നമസ്കാരം. കേരളത്തിൽ ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രഖ്യാപനവുമായിട്ട് ഒരു നേതാവിനെ കുറച്ചു കാലം മുമ്പാണ് കെ സുരേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് കൊണ്ടുവന്നത്. ആ നേതാവിൻ്റെ പേര് അനിൽ കെ ആൻ്റണി എന്നാണ്. കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവും അതോടൊപ്പം തന്നെ മുൻ പ്രതിരോധ മന്ത്രിയുമൊക്കെ ആയിരുന്ന എ കെ ആൻ്റണിയുടെ പുത്രനാണ് അനിൽ ആൻ്റണി എന്ന കാര്യം പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. എ കെ ആൻ്റണിയുടെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സ്വന്തമായ ഒരു പുതിയ രാഷ്ട്രീയ അന്തരീക്ഷം തുറന്നിടാനും അതോടൊപ്പം തന്നെ അതുവഴി വലിയ നേട്ടങ്ങൾ സ്വായത്തമാക്കാനും ഒക്കെ വേണ്ടിയാണ് ഈ പറയുന്ന അനിൽ ആൻ്റണി നേരെ ബി.ജെ.പിയിലേക്ക് ചാടിക്കയറി ചെന്നത് എന്നാണ് എല്ലാവരും കരുതിയത്. എന്ന് മാത്രമല്ല, അനിൽ ആൻ്റണി ബി.ജെ.പിയിലേക്ക് വരുന്നതിൻ്റെ കൂടെ ക്രൈസ്തവ വിഭാഗം മുഴുവനായി ബി.ജെ.പിയിലേക്ക് ആകൃഷ്ടരാകുമെന്നും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട നിരവധി യുവാക്കൾ, പ്രത്യേകിച്ചും പൊതുസമൂഹത്തിനിടയിൽ തന്നെ വലിയ സ്വീകാര്യതയുള്ള ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള യുവാക്കൾ, അവർ ബി.ജെ.പിയിലേക്ക് വരുമെന്നൊക്കെ ആയിരുന്നു കെ സുരേന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് വേളയിൽ തൻ്റെ പ്രസംഗങ്ങളിലെല്ലാം തന്നെ കെ സുരേന്ദ്രൻ ഇത് വെച്ചലക്കിയിരുന്നു. എന്ന് മാത്രമല്ല, പത്തനംതിട്ടയിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പത്തനംതിട്ട ലോക്സഭാ സീറ്റും അനിൽ ആൻ്റണിക്ക് നൽകുകയുണ്ടായി. എന്നാൽ ഇങ്ങനെയൊക്കെ തള്ളിമറിച്ച അനിൽ ആൻ്റണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ആർക്കെങ്കിലും അറിയുമോ? ഇല്ലെങ്കിൽ ഇതാ അറിഞ്ഞോളൂ. അനിൽ ആൻ്റണിയെ നേരെ ഇപ്പോൾ തട്ടിയിരിക്കുകയാണ് അങ്ങ് വടക്ക് കിഴക്കേക്ക്. അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കല്ല, മറിച്ച് അതിനും മുകളിലേക്കാണ് ഇപ്പോൾ ബി.ജെ.പി തട്ടിയിരിക്കുന്നത്. അതായത് അങ്ങ് വടക്ക് കിഴക്ക് കിടക്കുന്ന നാഗാലാൻഡിൻ്റെയും അതോടൊപ്പം തന്നെ മേഘാലയയുടെയും ഒക്കെ ചുമതല കൊടുത്തുകൊണ്ട് അനിൽ ആൻ്റണിയെ കേരളത്തിൽ നിന്നും അങ്ങ് ചുരുട്ടിക്കൂട്ടി പാക്ക് ചെയ്ത് വിട്ടിരിക്കുകയാണ് ബി.ജെ.പി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ജനം ടി.വിയാണ് ഈ വാർത്ത പങ്കുവച്ചിരിക്കുന്നത്. മേഘാലയ, നാഗാലാൻഡ് സംസ്ഥാനങ്ങളിലെ ബി.ജെ.പി പ്രഭാരിയായിട്ട് അനിൽ ആൻ്റണി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. എന്താണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഇതിനെ നമ്മുടെയൊക്കെ നാട്ടിൽ പൊതുവെ അങ്ങ് ചുരുട്ടിക്കൂട്ടി നാട് കടത്തുക എന്നാണ് പൊതുവെ പറയാറുള്ളത്. അതായത് വീടിനും കൊള്ളില്ല, നാടിനും കൊള്ളില്ല, അങ്ങനെ ആർക്കും ഒരു ഉപകാരവുമില്ല, നിൽക്കുന്ന പ്രസ്ഥാനത്തിനും യാതൊരു പ്രയോജനവുമില്ല, അങ്ങനെ ആർക്കും ഒരു ഉപകാരവുമില്ലാതെ വരുന്ന പാഴ്വസ്തുക്കളെ സാധാരണഗതിയിൽ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി പാക്ക് ചെയ്ത് വിടുകയാണ് പതിവ്. അതായത് അതിനെ നാട് കടത്തുക എന്നൊക്കെ പറയും. എന്നാൽ അതിനെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന രീതിയിലൊക്കെ ആക്കിയാണ് ജനം ടി.വി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും അനിൽ ആൻ്റണി വരുന്നതോടുകൂടി കേരളത്തിൽ ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ ക്രൈസ്തവ വിശ്വാസികളെ മുഴുവൻ കൂടെ നിർത്താൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ കെ സുരേന്ദ്രൻ അടക്കമുള്ള ബി.ജെ.പിയുടെ വാദങ്ങൾ മുഴുവനും ഇപ്പോൾ പൊള്ളയായിരുന്നെന്നും അതൊന്നും നടപ്പാക്കാനായിട്ട് അനിൽ ആൻ്റണിക്ക് സാധിച്ചിട്ടില്ല എന്നും ആ ഒരു തീരുമാനം അതൊരു വലിയ പരാജയമായിരുന്നുവെന്നുമൊക്കെ എതിരാളികൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വിധത്തിലാണ് അനിൽ ആൻ്റണിയുടെ ഇപ്പോഴത്തെ പോക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അനിൽ ആൻ്റണിയെ കൊണ്ടുവരുന്നതിലൂടെ എന്തൊക്കെയായിരുന്നു ബി.ജെ.പി നേതൃത്വം പ്രഖ്യാപിച്ചത്, എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, അതൊക്കെ നടപ്പായിരുന്നുവെങ്കിൽ അനിൽ ആൻ്റണിയെ ഒരിക്കലും ഈ മേഘാലയയിലേക്കും അതുപോലെ തന്നെ നാഗാലാൻഡിലേക്കും ഒന്നും തന്നെ തട്ടേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ഇതൊരു സ്ഥാനക്കയറ്റമാണ്, രണ്ട് സംസ്ഥാനങ്ങളുടെ ചുമതലയാണ് എന്നൊക്കെ പറയാമെങ്കിൽ അതിനെന്തിന് ഈ മേഘാലയയും അതോടൊപ്പം തന്നെ നാഗാലാൻഡും തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ശരിയാണ്, അവിടെ ഒരുപക്ഷെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്, ന്യൂനപക്ഷങ്ങളുള്ള പ്രദേശങ്ങളാണ്, അതുകൊണ്ട് തന്നെ ക്രൈസ്തവർ അധികമായിട്ടുണ്ട്. അങ്ങനെ ക്രൈസ്തവ വിഭാഗത്തെ കൂടെ നിർത്താൻ വേണ്ടിയാണിത് എന്നൊക്കെ പറയാമെങ്കിൽ കൂടിയും കേരളത്തിലെ ക്രൈസ്തവരെ പോലും കൂടെ നിർത്താനായിട്ട് സാധിക്കാത്ത അനിൽ ആൻ്റണിയെ ഭാഷയും ഒന്നും അറിയാത്ത ഈ നാഗാലാൻഡിലേക്കും അതുപോലെ തന്നെ മേഘാലയയിലേക്കുമൊക്കെ അയച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാനാണ് എന്ന മറുചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. അതായത് കേരളത്തിലേക്ക് ക്രൈസ്തവരെ ഏകോപിപ്പിക്കുക എന്ന ദൗത്യം അനിൽ ആൻ്റണിയെ കൊണ്ട് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പലരും ചോദിക്കും, സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് ക്രൈസ്തവ വോട്ടുകൾ കൊണ്ടല്ലേ എന്ന്. എന്നാൽ സുരേഷ് ഗോപി വിജയിച്ചത് ഒരിക്കലും ബി.ജെ.പി നേതാക്കളുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ ബി.ജെ.പി നേതൃത്വത്തിൻ്റെ പദ്ധതികൾ കൊണ്ടോ ഒന്നുമല്ല. സുരേഷ് ഗോപി ജയിച്ചതാകട്ടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അദ്ദേഹം വർഷങ്ങളായിട്ട് തൃശ്ശൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അദ്ദേഹം വ്യക്തിപരമായിട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെയൊക്കെ മികവ് കൊണ്ടാണ് 70,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ അദ്ദേഹത്തിന് വിജയിക്കാനായിട്ട് സാധിച്ചത്. അത് ഒരിക്കലും ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഏകോപന മികവെന്നൊന്നും പറയാനായിട്ട് കഴിയില്ല. ഒരുപക്ഷെ കോൺഗ്രസിനുള്ളിലെ തമ്മിലടിയോ അല്ലെങ്കിൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയോ, ഇനി അതോടൊപ്പം തന്നെ CPM-നെതിരായിട്ടുള്ള ജനവികാരം, വലിയ ജനവികാരം ഉണ്ടായത് പ്രതിഫലിച്ചതൊക്കെ ആകാം. ചിലപ്പോൾ ഒരുപക്ഷെ ഇതാകാം ഇത്തവണ ബി.ജെ.പിക്ക് കുറച്ചധികം വോട്ട് ശതമാന കണക്കിൽ വർധനവ് ഉണ്ടാകാനായിട്ട് കാരണമായത്. അല്ലാതെ കേരളത്തിലെ ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനം മുഴുവൻ മികച്ച അവസ്ഥയിലാണെന്നോ അല്ലെങ്കിൽ മെച്ചപ്പെട്ടുവെന്നോ ഒന്നും
സുരേഷ് ഗോപിയുടെ ഈ ഒരു ജയം കൊണ്ട് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപിക്കൊപ്പം നിരവധി സ്ഥാനാർത്ഥികൾക്ക് ഒരു വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിയണമായിരുന്നു. ഇവിടെ മുന്നേറ്റം ഉണ്ടാക്കിയ BJP സ്ഥാനാർത്ഥികളിൽ പറയാൻ സാധിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ പോലുള്ളവരാണ്. ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ ആയാലും അതോടൊപ്പം തന്നെ മുന്നേറ്റം ഉണ്ടാക്കിയ രാജീവ് ചന്ദ്രശേഖർ ആയാലും ഒക്കെ അവരുടെ വ്യക്തിപ്രഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വോട്ട് വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് അവരെവിടെ മത്സരിച്ചാലും ആ മണ്ഡലത്തിൽ മുൻപ് പിടിച്ചതിനേക്കാൾ കുറച്ചുകൂടി വോട്ട് കൂടുതൽ പിടിക്കുന്നയാളാണ് ശോഭാ സുരേന്ദ്രൻ. അത് പാർട്ടിക്ക് അതീതമായിട്ടുള്ള വോട്ടുകൾ അവരിലേക്ക് ഒഴുകുന്നത് കൊണ്ടാണ്. കാരണം ശോഭാ സുരേന്ദ്രന് കേരളത്തിൽ ഒരു വലിയ വ്യക്തിപ്രഭാവമുണ്ട്. അങ്ങനെ വ്യക്തിപ്രഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നല്ലാതെ BJPയുടെ സംഘടനാ സംവിധാനം കേരളത്തിൽ അത്രയ്ക്ക് ശക്തമാണെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾ മുഴുവൻ BJPക്ക് വോട്ട് ചെയ്തെന്നോ അല്ലെങ്കിൽ കുറേയൊക്കെ ന്യൂനപക്ഷ വിശ്വാസികൾ അവർ BJPയിലേക്ക് വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നതൊന്നും തന്നെ വിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. അപ്പോൾ അനിൽ ആന്റണി വന്നതുകൊണ്ട് തന്നെ BJPക്ക് ഒരു നേട്ടമുണ്ടായി എന്നൊന്നും ഈ സുരേഷ് ഗോപിയുടെ വിജയം വെച്ച് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് അനിൽ ആന്റണി മത്സരിച്ച പത്തനംതിട്ടയിൽ മുൻപ് BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാൾ 30,000-ലധികം വോട്ട് കുറവാണ് ഇത്തവണ അനിൽ ആന്റണിക്ക് ലഭിച്ചത്. ഇത് വാസ്തവമാണ്. എന്തിനേറെ പറയണം, PC ജോർജ് എന്ന പേര് പോലും ഇല്ലാതാകുന്ന കാഴ്ചയും അനിൽ ആന്റണി വന്നതോടെ അവിടെ ഉണ്ടായി. അങ്ങനെ മൊത്തത്തിൽ വലിയ പ്രതിസന്ധികളാണ് അനിൽ ആന്റണി നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അനിൽ ആന്റണി ഒരു സ്റ്റാർ ക്യാമ്പയിനായിട്ട് ഇറങ്ങിയ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ പോലും BJP സ്ഥാനാർത്ഥിക്ക് അവിടെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിൻ്റെ പകുതിയായിട്ട് വോട്ടുകൾ കുറഞ്ഞു എന്നതാണ് മറ്റൊരു വസ്തുത. അങ്ങനെ അനിൽ ആന്റണി വന്നപ്പോൾ മുതൽ ഏറ്റെടുത്ത ദൗത്യങ്ങളൊക്കെയും തകരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് അനിൽ ആന്റണിക്ക് നാഗാലാൻഡിൻ്റെയും അതോടൊപ്പം തന്നെ മേഘാലയയുടെയും ഒക്കെ ചുമതല കൊടുത്തുകൊണ്ട് അവിടേക്ക് അയക്കുന്നത്. അത് തീർച്ചയായിട്ടും അനിൽ ആന്റണിയെ കൊണ്ട് ഇനി കേരളത്തിൽ ഒന്നിനും കൊള്ളില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ്. BJP ചെയ്യുന്ന ഒരു നാടുകടത്തൽ ആണോ ഇത് എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. അതായത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞാൽ അനിൽ ആന്റണിക്ക് ഇനി കേരളത്തിൽ വലിയ റോളൊന്നുമില്ല. അദ്ദേഹത്തിന് കേരളത്തിൽ വലിയ ചുമതലകൾ കൊടുക്കുമെന്നും അതുപോലെ തന്നെ കേരളത്തിലെ സഭാ നേതൃത്വത്തെ അടുപ്പിക്കുമെന്നും അതുപോലെ കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളായവരുടെ ഒരു വലിയ നിര BJPയിലേക്ക് വരുമെന്നൊക്കെയായിരുന്നു സുരേന്ദ്രൻ അടക്കമുള്ളവർ പറഞ്ഞു വെച്ചിരുന്നത്, അല്ലെങ്കിൽ പെരുപ്പിച്ചു വിട്ടത്. അതൊന്നും തന്നെ അനിൽ ആന്റണിയെ കൊണ്ട് ഇനി നടപ്പാകില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് വിടുകയാണ് എന്ന് പറയുമ്പോൾ അത് ഒരു പരാജയമായി മടങ്ങുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അനിൽ ആന്റണിക്ക് ഒന്നിനും കഴിയില്ല എന്നും കേരളത്തിലെ ക്രൈസ്തവരെ കൂടെ നിർത്താനുള്ള ശേഷിയില്ല എന്നും അനിൽ ആന്റണി വിചാരിച്ചാൽ പത്തനംതിട്ടയിൽ ഒന്നും സംഭവിക്കില്ല എന്നും അനിൽ ആന്റണി അല്ലായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ BJPക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടുമായിരുന്നു എന്നൊക്കെ PC ജോർജ് തന്നെ തുറന്നു പറഞ്ഞത് നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ്. അപ്പോൾ ക്രൈസ്തവ മേഖലയിൽ കൂടുതൽ വോട്ടുകൾ ഉറപ്പിക്കാൻ വേണ്ടി PC ജോർജിനെയും അതോടൊപ്പം തന്നെ ഷോൺ ജോർജിനെയും ഒക്കെ BJPയിലേക്ക് കൊണ്ടുവന്നിട്ടും യാതൊരു കാര്യവും ഉണ്ടായില്ല. അതുപോലെ തന്നെയാണ് അനിൽ ആന്റണി വന്നിട്ടും യാതൊരു കാര്യവും ഉണ്ടായില്ല. അതുപോലെ തന്നെ ഇതിനു മുൻപ് ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നവരാണ് ഈ പറയുന്ന അൽഫോൺസ് കണ്ണന്താനവും അതോടൊപ്പം തന്നെ ജോർജ് കുര്യനും ഒക്കെ. അങ്ങനെ ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ ആളുകളെ ന്യൂനപക്ഷ പ്രതിനിധികൾ എന്ന് പറഞ്ഞുകൊണ്ട് BJP പാർട്ടിയിലേക്ക് പുതുതായിട്ട് കൊണ്ടുവരാറുണ്ട്. പക്ഷേ അവരൊക്കെ പാർട്ടിയിൽ നിൽക്കുമെന്നതല്ലാതെ അതിൽ കവിഞ്ഞ് ന്യൂനപക്ഷങ്ങളെ കൂടുതലായിട്ട് കൂടെ നിർത്താനുള്ള ശേഷി BJPക്ക് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം അബ്ദുള്ളക്കുട്ടിയെ ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ടുവന്ന് അവതരിപ്പിച്ചു. അതിന് തൊട്ടു പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ BJPയെ ആട്ടി ഓടിച്ച കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്തായാലും BJPയുടെ ഒരു വലിയ തന്ത്രം കൂടി കേരളത്തിൽ പൊളിഞ്ഞതിൻ്റെ അടയാളമാണ് അനിൽ ആന്റണിയെ മേഘാലയയിലേക്കും അതോടൊപ്പം തന്നെ നാഗാലാൻഡിലേക്കും നാട് കടത്തുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.